ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു ദി സെഷൻ. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസലിൻ്റെ ബേസിക്സ് ആണ്. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസൽസിൻ്റെ ബേസിക്സ് ആണ്. സോ വിതൗട്ട് ഫർദർ ഡ്യൂ ലെറ്റ്സ് ഗെറ്റ് ഗോയിങ്. സോ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ നോക്കാൻ പോകുന്ന ഒന്ന് രണ്ട് കൺസെപ്റ്റുകൾ എന്നാക്കുകയെന്ന് വെച്ചാൽ മൂന്ന് കൺസെപ്റ്റേ നമ്മൾ നോക്കുന്നുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ അക്കൗണ്ടിങ് പ്രോഫിറ്റ്, സെക്കൻഡ്ലി റെലവൻറ്റ് ക്യാഷ് ഫ്ലോ. ഓക്കെ, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും എന്തുകൊണ്ടാണ് നമ്മൾ ഇൻ മാസ്റ്റ് മെജോറിറ്റി ഓഫ് കേസസ് റെലവൻറ്റ് ക്യാഷ് ഫ്ലോസ് ഉപയോഗിക്കുന്നത് ഓവർ അക്കൗണ്ടിങ് പ്രോഫിറ്റ് എന്നുള്ളതും കൂടാണ് റീസൺ നമ്മൾ നോക്കും. അത് കഴിഞ്ഞിട്ട് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് നോക്കും. ഓക്കെ, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് അത് അക്കൗണ്ടിങ് പ്രോഫിറ്റാണ് അത് ഉപയോഗിക്കുന്നത്. സോ യു വിൽ നോട്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ മീൻ ബൈ ദാറ്റ് റൈറ്റ് നൗ. It uses accounting profit, and all other measures of investment appraisal uses cash flows. Okay, payback period is another investment appraisal technique which uses cash flow. Okay, so without further ado, let's get going. So accounting profit എന്താണ്? അതിന് നമുക്കൊരു ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ആദ്യം ഒന്ന് വരച്ച് നോക്കാം അല്ലേ. അപ്പോൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഇതൊരു കമ്പനിയുടെ ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ കമ്പനിയുടെ സെയിൽസ് എന്ന് പറയുന്നത് 1000 റുപ്പീസാണ്. അതിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, അതായത് അത് പർച്ചേസ് ചെയ്യാനോ അല്ലെന്നുണ്ടെങ്കിൽ അത് മാനുഫാക്ചർ ചെയ്യാനോ വന്നേക്കുന്ന കോസ്റ്റാണ് 400 റുപ്പീസ് എന്നുള്ളത്. അപ്പോൾ 1000 മൈനസ് 400 റുപ്പീസ് നമുക്ക് ചെയ്യുമ്പോഴേക്കും എത്രയാണ്? 600 റുപ്പീസാണ് നമുക്ക് ഓപ്പറേറ്റിംഗ് ഇൻകമായിട്ട് ലഭിക്കുന്നത്. ഓക്കെ, അതിൽ നിന്ന് നമ്മുടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്, അങ്ങനത്തെ ഓവർഹെഡ്സ് എല്ലാം കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് എന്നാ കിട്ടും? നമുക്ക് നമ്മുടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് 100 റുപ്പീസാണെന്ന് വിചാരിക്കുക. അത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ്, ടാക്സ്, ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ കിട്ടും. ഓക്കെ, അതിൽ നിന്ന് നമ്മുടെ ഡിപ്രീസിയേഷൻ. ഓക്കെ, എന്തുകൊണ്ടായിരിക്കും ഡിപ്രീസിയേഷൻ സെപ്പറേറ്റ് കാണിക്കുന്നത് ചോദിച്ചാൽ ഡിപ്രീസിയേഷൻ ഈസ് എ നോൺ ക്യാഷ് എക്സ്പെൻസ്. ഓക്കെ, അതിന് ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ടാകുന്നില്ല ബട്ട് ഇറ്റ് ഈസ് അലൗബിൾ ഫോർ ദ പർപ്പസ് ഓഫ് ഇൻകം ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുന്നതിന് അത് നമുക്ക് അലൗബിൾ ആയിട്ടുള്ള എക്സ്പെൻസാണ്. അതുകൊണ്ട് അത് കുറയ്ക്കും. ഓക്കെ, അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്നാ കിട്ടും? പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് കിട്ടും. ഓക്കെ, ഈ പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സിൽ നിന്ന് ഇൻട്രസ്റ്റ് കുറച്ച് കഴിയുമ്പോഴേക്കും ഇൻട്രസ്റ്റ് എക്സ്പെൻസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കിട്ടും. ഈ പ്രോഫിറ്റ് ബിഫോർ ടാക്സിൽ നിന്ന് ടാക്സ്, ഈ ഉദാഹരണത്തിൽ 50% ടാക്സ് റേറ്റ്. അപ്പോൾ നമ്മൾ ടാക്സ് കൊടുത്തു കഴിയുമ്പോഴേക്കും നമുക്ക് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടും. അപ്പം ഇതാണ് അക്കൗണ്ടിങ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് നോൺ ആസ് അക്കൗണ്ടിങ് പ്രോഫിറ്റ്. ഓക്കെ, അക്കൗണ്ടിങ് പ്രോഫിറ്റ്. സോ ഈ അക്കൗണ്ടിങ് പ്രോഫിറ്റിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ക്യാഷ് ഫ്ലോയിലേക്ക് എത്തുന്നത്? അത് ഐ വിൽ ഷോ യു. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ വി വിൽ ബി ടേക്കിംഗ് ദിസ് 150. ഓക്കെ, ഈ 150നെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറഞ്ഞ് എടുത്തിട്ട് അതിൻ്റെ കൂടുതൽ ഈ ഡിപ്രീസിയേഷൻ, ഓക്കെ, ഈ ഡിപ്രീസിയേഷൻ 100 റുപ്പീസ് ആഡ് ബാക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് വി വിൽ ഗെറ്റ് അവർ ക്യാഷ് ഫ്ലോ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ അക്കൗണ്ടിങ് പ്രോഫിറ്റിൽ നിന്ന് ക്യാഷ് ഫ്ലോയിലേക്ക് വരുന്നത്. അപ്പോൾ ചില ക്വസ്റ്റനിൽ വി വിൽ ബി ഗിവൺ ദ ക്യാഷ് ഫ്ലോ ആൻഡ് വി വിൽ ഹാവ് ടു വർക്ക് ഔട്ട് ദ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്, ആൻഡ് സം ക്വസ്റ്റൻസ് വി വിൽ ബി ഗിവൺ ദ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആൻഡ് വി വിൽ ഹാവ് ടു വർക്ക് ഔട്ട് ദ ക്യാഷ് ഫ്ലോ. സോ എന്തുകൊണ്ടായിരിക്കും? സോ ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസലിൽ വാസ്റ്റ് മെജോറിറ്റി ടെക്നീക്സും യൂസ് ചെയ്യുന്നത് ഈ ക്യാഷ് ഫ്ലോസ് ആണ്. ക്യാഷ് ഫ്ലോസ് വെച്ചാണ് അവർ ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസൽ നടത്തുന്നത്. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസൽ എന്ന് വെച്ചാൽ അതായത് നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യുന്നത് ബെനിഫിഷ്യൽ ആണോ അല്ലയോ എന്ന് നോക്കുന്നതിനാണ് ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം വാസ്റ്റ് മെജോറിറ്റി ടെക്നീക്സും ഉപയോഗിക്കുന്നത് ഈ ക്യാഷ് ഫ്ലോ ആണ്. പക്ഷേ ഒരു ടെക്നിക്ക് മാത്രം അക്കൗണ്ടിങ് പ്രോഫിറ്റ് ഉപയോഗിക്കുന്നുള്ളൂ. ദാറ്റ് ഈസ് നോൺ ആസ് ROCE. ഓക്കെ, ബാക്കിയുള്ള എല്ലാ ടെക്നീക്സും സച്ച് ആസ് പേ ബാക്ക് പീരിയഡ് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാകത്തില്ല. യു വിൽ ഓൺലി അണ്ടർസ്റ്റാൻഡ് ഇറ്റ് വൺസ് വി ഹാവ് കവേർഡ് ദ ടോപ്പിക്സ്. അല്ലെങ്കിൽ NPV, ഇതൊക്കെ നമ്മൾ ക്യാഷ് ഫ്ലോസ് വെച്ചാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ മൂവിങ് ഓൺ. എന്തായിരിക്കും അക്കൗണ്ടിങ് പ്രോഫിറ്റിനേക്കാളുപരി ക്യാഷ് ഫ്ലോ പ്രിഫർ ചെയ്യാൻ കാര്യം? ഫസ്റ്റ് ഓഫ് ഓൾ, പ്രോഫിറ്റ്സ് കനോട്ട് ബി സ്പെൻഡ്. ഓക്കെ, എന്ന് വെച്ചാൽ എന്താണ്? ഒരു കമ്പനിക്ക് ഫോർ എക്സാമ്പിൾ ഇറ്റ് മൈറ്റ് ഹാവ് 1000 crores പ്രോഫിറ്റ്. ഓക്കെ, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കാണും. പക്ഷേ ക്യാഷ് ബാലൻസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു 100 crores കാണുകയുള്ളൂ. ബിക്കോസ് വി ഫോളോ അക്രൂവൽ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്, റൈറ്റ്? അപ്പോഴേക്കും നമുക്ക് ആവശ്യത്തിനുള്ള ക്യാഷ് ചിലപ്പം കാണത്തില്ല.
സ്പെൻഡ് ചെയ്യാൻ വേണ്ടി. അതുകൊണ്ടാണ് നമ്മൾ ക്യാഷ് ഫ്ലോസ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. സെക്കൻഡ്ലി, അക്കൗണ്ടിങ് പ്രോഫിറ്റ്സ് ആർ സബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ എന്താണ്? കാരണം വി ആർ യൂസിങ് അക്കൗണ്ടിങ് പോളിസീസ് ആൻഡ് ജഡ്ജ്മെൻറ്റ്സ് ആൻഡ് എസ്റ്റിമേറ്റ്സ്, റൈറ്റ്, വെൻ പ്രിപ്പയറിങ് ദ ഫിനാൻഷ്യൽസ് ഓർ എസ്റ്റിമേറ്റ്സ്. അപ്പം നമുക്കെന്താണ്, നമ്മുടെ പ്രോഫിറ്റ് ഇപ്പോൾ ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന പ്രോഫിറ്റ് ആയിരിക്കില്ല വേറൊരാൾ പ്രിപ്പയർ ചെയ്യുന്നത്, ബിക്കോസ് ഇറ്റ് വിൽ ചേഞ്ച് ബേസ്ഡ് ഓൺ ദ എസ്റ്റിമേറ്റ്സ്. അപ്പം അതിനനുസരിച്ച് പ്രോഫിറ്റ് മാറും. ബട്ട് ക്യാഷ് ഫ്ലോസ് അങ്ങനെ മാറത്തില്ല, ബിക്കോസ് ക്യാഷ് ഫ്ലോസ് വിൽ ബി കോൺസ്റ്റൻറ്റ്. ഓക്കെ. ആൻഡ് ഫൈനലി, ക്യാഷ് ഫ്ലോസ് ആർ റിക്വയർഡ് ഫോർ ഡിവിഡൻഡ് പേയ്മെൻറ്റ്, അല്ലേ? ഈ ഇൻവെസ്റ്റർ, അതായത് പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്ററിന് ഡിവിഡൻഡ് വേണം. ഡിവിഡൻഡ് ഹാസ് ടു ബി പെയ്ഡ് ഇൻ ക്യാഷ്. ഓക്കെ. നമുക്ക് അക്രൂവൽ ബേസിൽ ഡിവിഡൻഡ് അക്കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ. സോ these are the three reasons why cash flow is preferred. So cash flow is preferred over accounting profit. Moving on. ഓക്കെ. അപ്പം നമ്മൾ പറഞ്ഞു, ഇതുവരെ നമ്മളത് പെട്ടെന്ന് സമ്മറൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ അക്കൗണ്ടിങ് പ്രോഫിറ്റിൽ നിന്ന് എങ്ങനെയാണ് ക്യാഷ് ഫ്ലോയിലേക്ക് എത്തുന്നത് എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് നമ്മൾ ക്യാഷ് ഫ്ലോ പ്രിഫർ ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്തു. ഇനി എന്തുകൊണ്ടാണ് നമ്മൾ ക്യാഷ് ഫ്ലോസ് കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞ ശേഷം നമ്മൾ ഇനിയുള്ളൊരു ചോദ്യമാണ്, എല്ലാ ക്യാഷ് ഫ്ലോയും കൺസിഡർ ചെയ്യണോ, അതോ സർട്ടൻ ക്യാഷ് ഫ്ലോസ് മാത്രം കൺസിഡർ ചെയ്താൽ മതിയോ? അപ്പം നമ്മൾ വി ഡോണ്ട് ഹാവ് ടു കൺസിഡർ ഓൾ ദ ക്യാഷ് ഫ്ലോസ്. ഓക്കെ. ഓൺലി 3 ടൈപ്പ് ഓഫ് ക്യാഷ് ഫ്ലോസ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ. അതിനൊരു ഷോർട്ട് ഫോം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, COFI, കോഫി. ഓക്കെ. Only coffee has to be considered. No other cash flows has to be no other cash flows can need to be considered. Okay. Coffee stands for, first of all, it has to be a cash based. എന്ന് വെച്ചാൽ എന്താണ്? There should be a cash outflow, അല്ലേ? ഇനി ക്യാഷ് ഔട്ട്ഫ്ലോ ഇല്ലെന്നുണ്ടെങ്കിൽ there should be an opportunity cost. Opportunity cost എന്ന് വെച്ചാൽ എന്താണ്? It is the next best alternative, അല്ലേ? next best alternative. ഉദാഹരണം, സപ്പോസ് യു ആർ ഗെറ്റിംഗ്, വൺസ് യു കംപ്ലീറ്റ് യുവർ കോഴ്സ്, നിങ്ങൾക്കൊരു ഓഫർ വന്നെന്ന് വിചാരിച്ചു. യു ഗോട്ട് 2 offers, one for 9 lakhs and the other one for 8 lakhs, but you prefer the 8 lakhs job. അപ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്യും? നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? You will tell, okay, I got an opportunity, I got an offer for 9 lakhs, so if you can match that, I will join you, അല്ലേ? അതായത് നമ്മൾ ഫോർഗോ ചെയ്യുന്ന നെക്സ്റ്റ് ബെസ്റ്റ് ആൾട്ടർനേറ്റീവിൻ്റെ കോസ്റ്റാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഒന്നിലെ ക്യാഷ് ബേസ്ഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആയിരിക്കണം. സെക്കൻഡ്ലി, ഇറ്റ് ഹാസ് ടു ബി എ ഫ്യൂച്ചർ കോസ്റ്റ്. അതായത് വി ആർ എന്നാ പറയുന്നത്, വി കംപ്ലീറ്റ്ലി ഇഗ്നോർ പാസ്റ്റ് കോസ്റ്റ്. ഓക്കെ. പഴയ കോസ്റ്റുകളെല്ലാം നമ്മളെ സംബന്ധിച്ച് ഇറലവൻ്റ് ആണ്. വി ആർ ഓൺലി കൺസേൺഡ് അബൌട്ട് ഫ്യൂച്ചർ കോസ്റ്റ്. ആൻഡ് സെക്കൻഡ്ലി, ഇറ്റ് ഹാസ് ടു ബി ഇൻക്രിമെൻ്റൽ. ഇൻക്രിമെൻ്റൽ എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് വിൽ ബി ഓൺലി ഇൻകേർഡ് ഇഫ് യു അക്സെപ്റ്റ് ദ പ്രൊജക്റ്റ്. ആ പ്രൊജക്റ്റ് അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ വരുന്ന ഒരു അഡീഷണൽ കോസ്റ്റാണ് ഇത്. അതിനാണ് ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. മൂവിങ് ഓൺ. അപ്പോൾ നമ്മൾ നോക്കി, കോഫി, COFI, cash based, opportunity cost, future, it has to be a future cost, and it has to be an incremental cost. ഓക്കെ. ഇത് ക്യാഷ് ഫ്ലോസ് ആണ് ഞാൻ പറയുന്നത്. അപ്പം ഇറ്റ് നീഡ് നോട്ട് നെസസറിലി ബി കോസ്റ്റ് ഓൾവേസ്, ഇറ്റ് ക്യാൻ ബി റവന്യൂ ആസ് വെൽ. ഓക്കെ. അപ്പം നമ്മൾ കോഫി കൺസിഡർ ചെയ്യണം, പക്ഷേ നമ്മൾ കൺസിഡർ ചെയ്യാത്ത കുറച്ച് ഐറ്റംസ് ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. സ്നാക്സ്, വി ഷുഡ് ഇഗ്നോർ സ്നാക്സ്. ഓക്കെ. സ്നാക്സ് എന്ന് വെച്ചാൽ എന്താണ്? സങ് കോസ്റ്റ് എന്ന് വെച്ചാൽ ഓൾറെഡി നമ്മളത് ഹിസ്റ്റോറിക് കോസ്റ്റാണ്, പാസ്റ്റ് കോസ്റ്റാണ്. ഓക്കെ. നമ്മൾ നേരത്തെ പറഞ്ഞു വി ആർ കൺസേൺഡ് അബൌട്ട് ഫ്യൂച്ചർ കോസ്റ്റ്. അപ്പം വി ഷുഡ് ഇഗ്നോർ പാസ്റ്റ് കോസ്റ്റ്. അതുപോലെ തന്നെ നോൺ ക്യാഷ് ആയിട്ടുള്ള കോസ്റ്റ്. അപ്പം നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു, ഇറ്റ് ഹാസ് ടു ബി ക്യാഷ് ബേസ്ഡ് കോസ്റ്റ്, അല്ലേ? അത് ക്യാഷ് ബേസ്ഡ് കോസ്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ, നോൺ ക്യാഷ് കോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഇഗ്നോർ ഇറ്റ്. ഫോർ എക്സാമ്പിൾ, ഡിപ്രീസിയേഷൻ. അടുത്തത് അലോക്കേറ്റഡ് കോസ്റ്റ്. അലോക്കേറ്റഡ് കോസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഈ ഫിക്സഡ് ഓവർ ഹെഡുകളൊക്കെ ഇല്ലേ, അതൊക്കെ ഓൾറെഡി അലോക്കേറ്റ് ചെയ്തേക്കുന്നതാണ്. ഓക്കെ. അപ്പോൾ ഫിക്സഡ് ഓവർ ഹെഡ് അലോക്കേഷൻ. ബട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, ഇഫ് ഇറ്റ്സ് അഡീഷണൽ ആയിട്ട് വന്ന ഫിക്സഡ് കോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ബിക്കംസ് റെലവൻറ്റ്. ഓക്കെ.
അഡീഷണൽ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ബിക്കംസ് റെലവൻറ്റ്, അതർവൈസ് വി ഷുഡ് ഇഗ്നോർ ഇറ്റ്. പിന്നെ കമ്മിറ്റഡ് കോസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ വി ഹാവ് ഓൾറെഡി എൻറ്റേർഡ് ഇൻ എൻ എഗ്രീമെൻറ്റ് വിത്ത് സം പേഴ്സൺ, അല്ലെങ്കിൽ ഓൾറെഡി ഒരു കോൺട്രാക്റ്റ് ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അതൊരു പാസ്റ്റ് കോസ്റ്റ് ആണല്ലോ. ദെയർഫോർ ഇറ്റ് ഡസ് നോട്ട് ഇമ്പാക്റ്റ് അവർ ഫ്യൂച്ചർ ഡെസിഷൻസ്. ഓക്കെ, മൂവിങ് ഓൺ. എക്സാമ്പിൾ: എ മാനുഫാക്ചറിംഗ് കമ്പനി is considering the production of a new type of widget. Each widget will take 2 hours to make. Fixed overheads are apportioned എന്ന് വെച്ചാൽ എന്താണ്? It is allocated, okay, on the basis of $1 per labor hour. If the new widgets are produced, the company will have to employ an additional supervisor. That means എന്താണ്? It is an incremental and future, and it is also cash based cost, okay, at a salary of 15,000 per year. The company will produce 10,000 widgets per year. What are the relevant cash flows? Okay, അപ്പോൾ നമുക്ക് ഏതൊക്കെ ക്യാഷ് ഫ്ലോസ് ഉണ്ട്? ഒന്ന്, ഫസ്റ്റ് ഓഫ് ഓൾ ഫിക്സ്ഡ് ഓവർ ഹെഡിൻ്റെ ഒരു ക്യാഷ് ഫ്ലോ ഉണ്ട്. സെക്കൻഡ്ലി വി ഹാവ് ദ അഡീഷണൽ സൂപ്പർവൈസറിൻ്റെ സാലറി. അപ്പോൾ ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ നമുക്ക് നോക്കാം, അല്ലേ? ഒന്ന് വരച്ച് ചെയ്യാം. അപ്പം കോസ്റ്റ്, 2 തരം കോസ്റ്റ് ഉണ്ട്. ഒന്ന് അലോക്കേറ്റഡ് ഫിക്സ്ഡ് ഓവർ ഹെഡ്, വിച്ച് ഈസ് അലോക്കേറ്റഡ് കോസ്റ്റ്, അല്ലേ? നമ്മൾ സ്നാക്ക് ഇഗ്നോർ ചെയ്യാനല്ലേ പറഞ്ഞത്? ഓക്കെ, അതിൽ എ സ്റ്റാൻഡ്സ് ഫോർ അലോക്കേറ്റഡ് കോസ്റ്റ്, അല്ലേ? ദെയർഫോർ വി ഷുഡ് ഇഗ്നോർ ഇറ്റ് ഈസ് നോട്ട് എ റെലവൻറ്റ് ക്യാഷ് ഫ്ലോ. മൂവിങ് ഓൺ. അപ്പം അഡീഷണൽ സാലറിയോ, ഇറ്റ് ഈസ് എ ക്യാഷ് ബേസ്ഡ് കോസ്റ്റ്, കാരണം ബിക്കോസ് വി വിൽ ഹാവ് ടു പേ 15,000 പെർ ആനം, plus it is a future cost, right? It will be incurred in the future if we take up the project, and it is also an incremental cost, right? Appam we should consider that. Moving on. Example 2. A company is evaluating a proposed expenditure on an item of equipment that would cost 160,000. Okay, so that is the outflow. A technical feasibility study has been carried out by consultants at a cost of 15,000. So a feasibility study nadatti. It has been carried out by the consultant. That means it has passed sunk cost because it has been carried out. Okay, it is in the past. It is not a future cost. Okay, future cost alla. Appam 15,000 എന്ന് പറഞ്ഞൊരു കോസ്റ്റ് ഉണ്ട്, അതാണ് ഫസ്റ്റ് കോസ്റ്റ്. സോ ഇൻ ടു ബെനിഫിറ്റ്സ് ഫ്രം ഇൻവെസ്റ്റിംഗ് ഇൻ ദി എക്വിപ്മെൻറ്റ്, ഇറ്റ് ഹാസ് ബീൻ എസ്റ്റിമേറ്റഡ് ദാറ്റ് ദി എക്വിപ്മെൻറ്റ് വുഡ് ഹാവ് എ ലൈഫ് ഓഫ് 4 years ആൻഡ് ആനുവൽ പ്രോഫിറ്റ്സ് വുഡ് ബി 8,000 ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ആനുവൽ ഡിപ്രിസിയേഷൻ ഓഫ് 40,000 ആൻഡ് ആൻ ആനുവൽ ചാർജ് ഓഫ് 25,000 ഫോർ ഷെയർ ഓഫ് ദി എക്സിസ്റ്റിംഗ് ഫിക്സ്ഡ് കോസ്റ്റ് ഓഫ് ദ കമ്പനി. അപ്പോൾ നമുക്ക് എന്താണ്? ആനുവൽ പ്രോഫിറ്റ്സും ഉണ്ട്, ഡിപ്രിസിയേഷനും ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ആനുവൽ ഡിപ്രിസിയേഷൻ. ഇതാണ് സെക്കൻഡ് കോസ്റ്റ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് റെലവൻറ്റ് ക്യാഷ് ഫ്ലോ കിട്ടും. പിന്നെന്താണ്? വി ഹാവ് അലോക്കേറ്റഡ് ഫിക്സ്ഡ് ഓവർ ഹെഡ്, ഫിക്സ്ഡ് കോസ്റ്റ് ഓഫ് ദ കമ്പനി ഉണ്ട്, അത് മൂന്നാമത്തെ കോസ്റ്റ്. അപ്പം ഇതെങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം, അല്ലേ? ഇപ്പം കോസ്റ്റ് 3 നമുക്ക് തിരിക്കേണ്ടി വരും. ഫസ്റ്റ് ഓഫ് ഓൾ ഫീസിബിലിറ്റി സ്റ്റഡി, ഇറ്റ് ഈസ് എ സങ്ക് കോസ്റ്റ്, അല്ലേ? ബിക്കോസ് ഇറ്റ് ഹാസ് ഒക്കേർഡ് ഇൻ ദ പാസ്റ്റ്, ദെയർഫോർ ഇറ്റ് ഈസ് നോട്ട് എ റെലവൻറ്റ് ക്യാഷ് ഫ്ലോ. മൂവിങ് ഓൺ. അക്കൗണ്ടിങ് പ്രോഫിറ്റും അതുപോലെ തന്നെ ഡിപ്രീസിയേഷനും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ക്യാഷ് ഫ്ലോ കിട്ടും, അല്ലേ? ഇറ്റ് ഈസ് എൻ ഇൻക്രിമെൻ്റൽ കോസ്റ്റാണ്, ഫ്യൂച്ചർ കോസ്റ്റാണ്, അതുപോലെ തന്നെ ഇറ്റ് ഈസ് ഓൾസോ ക്യാഷ് ബേസ്ഡ് കോസ്റ്റ്. ഓക്കെ, അപ്പോൾ എന്താണ്? ഇറ്റ് ഈസ് എ റെലവൻറ്റ് ക്യാഷ് ഫ്ലോ. പിന്നെന്താണ്? ഷെയർ ഓഫ് ഫിക്സ്ഡ് ഓവർ ഹെഡ്. അതെന്താണ്? ഇറ്റ് ഈസ് എൻ അലോക്കേഷൻ. ഷെയർ ഓഫ് ഫിക്സ്ഡ് ഓവർ ഹെഡ് എന്ന് വെച്ചാൽ അത് അലോക്കേറ്റ് ചെയ്ത് വരുന്നതാണ്, അല്ലേ? അപ്പം നമുക്ക് എന്താണ്? അത് എടുക്കാൻ പറ്റിയില്ല, വി വിൽ ഹാവ് ടു ഇഗ്നോർ ഇറ്റ്. ഓക്കെ, അപ്പം ഇതുകൊണ്ട് തീർന്നില്ല. വി വിൽ നൗ ഹാവ് ടു കാൽക്കുലേറ്റ് ദി ആനുവൽ ക്യാഷ് ഫ്ലോ. ഓക്കെ, അപ്പോൾ ആനുവൽ ക്യാഷ് ഫ്ലോ എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യുന്നത്? നമ്മുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത് 8,000 ആണെന്ന് പറയുന്നുണ്ട് ക്വസ്റ്റിനകത്ത്. അതിനകത്ത് നമ്മൾ നോൺ ക്യാഷ് എക്സ്പെൻസായ ഡിപ്രീസിയേഷൻ ആഡ് ബാക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ ഈ ഫിക്സ്ഡ് ഓവർ ഹെഡ് അലോക്കേറ്റ് ചെയ്തേക്കുന്നത് അത് ഓൾറെഡി കുറച്ചിട്ടാണ് ഈ 8,000 വന്നേക്കുന്നത്. അപ്പോൾ അതും നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം, ബിക്കോസ് ഇറ്റ് ഈസ് എൻ അലോക്കേഷൻ, ഇറ്റ് ഈസ് എ നോൺ ക്യാഷ്, അല്ലേ?
അപ്പോഴേക്കും നമ്മളത് ആഡ് ബാക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും വി വിൽ ഗെറ്റ് 73,000 ആണ് നമ്മുടെ ആനുവൽ ക്യാഷ് ഫ്ലോ. മൂവിങ് ഓൺ, നെക്സ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്, അപ്പം നമ്മൾ ഇതുവരെ നോക്കിയത് എന്തൊക്കെയായിരുന്നു? ലെറ്റ്സ് ക്വിക്ക്ലി കൺസോളിഡേറ്റ്. നമ്മൾ നോക്കിയത് ഡിഫറൻസ് ബിറ്റ്വീൻ അക്കൗണ്ടിങ് പ്രോഫിറ്റ് ആൻഡ് റെലവൻറ്റ് ക്യാഷ് ഫ്ലോ അല്ലേ? സോ എല്ലാ ടെക്നീക്സും, ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസൽ ടെക്നീക്സും ഉപയോഗിക്കുന്നത് റെലവൻറ്റ് ക്യാഷ് ഫ്ലോ ആണ്, എക്സെപ്റ്റ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്. അത് മാത്രമേ ഉള്ളൂ അക്കൗണ്ടിങ് പ്രോഫിറ്റ് ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ അക്കൗണ്ടിങ് പ്രോഫിറ്റിൽ നിന്ന് റെലവൻറ്റ് ക്യാഷ് ഫ്ലോയിലേക്ക് എങ്ങനെയാണ് എത്തുന്നതെന്ന് നമ്മൾ നോക്കിയായിരുന്നു. അതിനുവേണ്ടി സിംപ്ലി നമ്മൾ നോൺ ക്യാഷ് എക്സ്പെൻസായ ഡിപ്രീസിയേഷൻ ആഡ് ബാക്ക് ചെയ്താൽ മതി. അത് ആഡ് ബാക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് റെലവൻറ്റ് ക്യാഷ് ഫ്ലോ കിട്ടും. പിന്നെ എല്ലാ ക്യാഷ് ഫ്ലോയും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, ഓൺലി റെലവൻറ്റ് ക്യാഷ് ഫ്ലോ നീഡ്സ് ടു ബി കൺസിഡേർഡ്. അതിനുവേണ്ടി നമ്മൾ നോക്കിയായിരുന്നു കോഫി എന്താണ്. സോ ജസ്റ്റ് ക്വിക്ക്ലി ഷോ യു ദ സ്ലൈഡ്സ്. Just excuse me. ഓക്കെ, അതിനകത്ത് റെലവൻറ്റ് ക്യാഷ് ഫ്ലോ എന്ന് പറയുമ്പോഴേക്കും എന്തൊക്കെയാണ്? ഇറ്റ് ഹാസ് ടു ബി എ ക്യാഷ് ബേസ്ഡ് ഓർ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ആൻഡ് ഇറ്റ് ഹാസ് ടു ബി എ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ ആൻഡ് ഇറ്റ് ഹാസ് ടു ബി എൻ ഇൻക്രിമെൻറ്റൽ ക്യാഷ് ഫ്ലോ അല്ലേ? സോ വി വിൽ ഹാവ് ടു കൺസിഡർ ഓൺലി കോഫി, ബട്ട് വി വിൽ ഹാവ് ടു ഇഗ്നോർ സ്നാക്ക്. സ്നാക്ക് സ്റ്റാൻഡ്സ് ഫോർ എന്തൊക്കെയാണ്? സങ് കോസ്റ്റ്, നോൺ ക്യാഷ് കോസ്റ്റ്, അലോക്കേറ്റഡ് കോസ്റ്റ് ആൻഡ് കമ്മിറ്റഡ് കോസ്റ്റ്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ 2 എക്സാമ്പിൾസ് നോക്കി. ആൻഡ് ദെൻ we're up to return on capital employed. ഓക്കെ, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫോർമുലയാണ്. സോ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഈസ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. ഓക്കെ, എന്താണ് ആവറേജ് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്? നമ്മുടെ ഈ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാൽ നമുക്കറിയാം, പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്ന് പറയുമ്പോഴേക്കും ഇതാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അല്ലേ? പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, ഈ ഒരു ഫിഗറിനെയാണ് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ആവറേജ് ആയിട്ടുള്ള ഫിഗർ എടുക്കണം. അതായത് ബിക്കോസ് വി വിൽ ബി കൺസിഡറിങ് ഇറ്റ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം, ഒരുപാട് വർഷത്തെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോഴേക്കും നമ്മൾ അതിൻ്റെ ആവറേജ് ആയിട്ടുള്ള PBIT എടുത്തിട്ട് ഡിവൈഡ് ബൈ ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ്. ഓക്കെ, ഈ ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ഇനീഷ്യൽ ക്യാപിറ്റൽ ആവും, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി ആൻ ആവറേജ് ക്യാപിറ്റൽ. ആവറേജ് ക്യാപിറ്റൽ എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യുന്നത്? ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ നമുക്ക് ആ പ്രൊജക്റ്റിൻ്റെ ലൈഫിൽ ഉള്ള ഒരു ആവറേജ് എമൗണ്ട് നമുക്ക് കിട്ടും. ഓക്കെ, പിന്നെ ഈ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡിനെ ബേസ് ചെയ്ത് എങ്ങനെ ഡിസിഷൻ എടുക്കുന്നത്? ഇഫ് ദ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഈസ് ഗ്രേറ്റർ ഓക്കെ, ഗ്രേറ്റർ ദാൻ എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ്സ് മോർ ദാൻ. ഫോർ എക്സാമ്പിൾ, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുന്നത് 12% ആണ്, ടാർഗറ്റ് എന്ന് പറയുന്നത് 10% ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രൊജക്റ്റ് എന്ത് ചെയ്യണം? വി ഷുഡ് അക്സെപ്റ്റ് ദ പ്രൊജക്റ്റ്. സപ്പോസ് ഇറ്റ്സ് 10% വെൻ ദ റേറ്റ് ഈസ് 12%. അങ്ങനെയാണെന്നുണ്ടെങ്കിലോ നമ്മൾ പ്രൊജക്റ്റ് ഷുഡ് നോട്ട് അക്സെപ്റ്റ്, റിജക്റ്റ് ചെയ്യണം. ഓക്കെ, അതാണ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഓക്കെ, നൗ ലെറ്റ്സ് ലുക്ക് അറ്റ് എ ക്വസ്റ്റ്യൻ ക്വിക്ക്ലി. A project involves the immediate purchase of an item of plant costing 110,000. Okay, ഇതാണ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. It would generate annual cash flows of 24,400 for 5 years. Okay, so this is the average PBIT. ആണോ? അല്ല, this is cash flow. So we will have to minus depreciation in order to find PBIT. Okay, be careful, okay, because they can trick you. For 5 years starting in year 1, the plant purchased would have a scrap value of 10,000 in 5 years when the project terminates. So 10,000 rupees on a scrap value. So determine the project's ROCE using A, ഇനീഷ്യൽ ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് വെച്ചാൽ 110,000 വെച്ച് നമ്മൾ കണ്ടുപിടിക്കുക. സെക്കൻഡ്ലി ആവറേജ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, നൗ ലെറ്റ് മീ ജസ്റ്റ് എറേസ് ദിസ്.
So let me solve this. Solution A, using initial capital cost, ROCE is equal to average PBIT divided by initial capital cost. Okay, so cash flow is equal to 24,400 minus depreciation. Okay, depreciation എത്രയാണ്? 110,000 ആണ് നമ്മുടെ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. 10,000 സ്ക്രാപ്പ് വാല്യൂ. അപ്പോൾ 100,000 ആണ് ഡിപ്രീഷ്യബിൾ എമൗണ്ട് ഓവർ എ പീരീഡ് ഓഫ് 5 years, വിച്ച് വിൽ ഗിവ് യു 20,000. അപ്പം 24,400 minus 20,000 will give us 4,400, and therefore return on capital employed will be 4,400 divided by 110,000 into 100, which is 4%. Okay, hope everyone is clear on this. So this was based on initial capital cost. What if the same is based on average capital investment? Average capital investment എന്ന് വെച്ചാൽ എത്രയാണ്? 110,000 പ്ലസ് 10,000 ഡിവൈഡഡ് ബൈ 2 അല്ലേ? അപ്പം നമുക്ക് എത്ര കിട്ടുന്നത് നമുക്ക് നോക്കാം, ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. സോ ആവറേജ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ വർക്കൗട്ട് ചെയ്യണം. ഇനീഷ്യൽ പ്ലസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ 2, which is 110,000 plus 10,000 divided by 2, which will be 60,000. Okay, പിന്നെ PBIT, that will remain the same as in the first question. So B is equal to average, it is based on average capital investment. So ROCE is equal to average PBIT divided by this will be the same as in part A. Okay, divided by average capital investment. Okay, which will be 4,400 divided by 60,000 into 100, which will be 7.33%, I believe it is. Okay, now moving on to the next example. A project requires an initial investment, so that's the initial investment of 8,000, and then earns net cash flow as follows: 1, 2, for the first year 100, second year 200, third year 400, fourth year 400, fifth year 300, sixth year 200, and seventh year 150. In addition, at the end of 7 years, so project life is 7 years, the asset will be sold for 100,000, so that's the scrap. Okay, determine the project's ROCE using initial capital cost. Let me just delete what I have written. Okay, so initial capital cost എന്ന് പറയുന്നത് എത്രയാണ്? 180,000 അല്ലേ? അപ്പം ഇനീഷ്യൽ ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് പറയുന്നത് 80,000 ആണ്, 800,000 ആണ്. ആവറേജ് എന്ന് പറയുന്നത് ഇനീഷ്യൽ പ്ലസ് സ്ക്രാപ്പ് ഡിവൈഡഡ് ബൈ 2, which will be 8 lakh plus 1 lakh divided by 2, which will be 9 lakh divided by 2, which is 4,50,000. ആനുവൽ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? കോസ്റ്റ് അല്ലേ? കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ, ദാറ്റ് മീൻസ് 8 lakh മൈനസ് 1 lakh ഡിവൈഡഡ് ബൈ 7 years അല്ലേ? 7 വർഷം കൊണ്ടാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പം വി വിൽ ഗെറ്റ് 1 lakh പെർ ആനം. അപ്പം നമുക്ക് ഇതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? PBIT കണ്ടുപിടിക്കാൻ പറ്റും. Okay, so PBIT ഞാനിവിടെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. സോ വി ഹാവ് ടു സിംപ്ലി ആഡ് ദ ക്യാഷ് ഫ്ലോസ് ഡിപ്രീസിയേഷൻ എമൗണ്ട്, we will have to reduce the depreciation amount from the cash flows, and that will give us the profit before interest and tax. So average PBIT is equal to 0 plus 100 plus 300 plus 300 plus 200 plus 100 plus 50, all divided by 7, because there are 7 years. So that will give us 150 per annum. Okay, so ROCE based on initial investment will be 150 divided by 800, which will be 18.75%. And based on average investment, it will be 150 divided by 450 into 100, which will be 33.33%. Okay, so in the exam you will be asked to solve this using average investment. You will not be asked the initial investment. In case if you have doubt,
എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സിംപ്ലി സ്റ്റേറ്റ് യുവർ അസംഷൻ ആൻഡ് സോൾവ് ഇറ്റ് യൂസിങ് ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, സോ what are the advantages of return on capital employed? First of all, it is very simple അല്ലേ? നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. നമുക്ക് ആവറേജ് PBIT എടുത്തിട്ട് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ചെയ്താൽ മതി. സോ വി ഡോണ്ട് ഹാവ് ടു ഡു എ ലോട്ട് ഓഫ് കോംപ്ലക്സ് കാൽക്കുലേഷൻ. സെക്കൻഡ്ലി, ദർ ഇസ് എ ലിങ്ക് വിത്ത് അതർ അക്കൗണ്ടിങ് മെഷേഴ്സ് അല്ലേ? നമുക്ക് അതർ അക്കൗണ്ടിങ് മെഷേഴ്സ് റേഷ്യോസ് ഒക്കെ നമ്മൾ നോക്കുമ്പോഴേക്കും നമുക്ക് അതുമായിട്ട് കമ്പയർ ചെയ്യാനൊക്കെ എളുപ്പമാണ്. ഓക്കെ, ബട്ട് ദർ ആർ സർട്ടൻ ഡിസഡ്വാൻറ്റേജസ് ടു. ഫസ്റ്റ് ഓഫ് ഓൾ, ഇറ്റ് ഡസ് നോട്ട് കൺസിഡർ ദ പ്രൊജക്റ്റ് ലൈഫ് അല്ലേ? ഒരു പ്രൊജക്റ്റിൻ്റെ എന്ത് ആയുസ് ഉണ്ടെന്നുള്ള കൺസിഡർ ചെയ്യത്തില്ല. അതുപോലെ തന്നെ ടൈമിംഗ് ഓഫ് ക്യാഷ് ഫ്ലോസ് അല്ലേ? അതായത് ഒരു 5 വർഷം കഴിഞ്ഞ് കിട്ടുന്ന ക്യാഷ് ഫ്ലോയും ഇന്ന് കിട്ടുന്ന ക്യാഷ് ഫ്ലോയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അല്ലേ? ഇറ്റ് ഡസ് നോട്ട് കൺസിഡർ ദ ടൈമിംഗ് ഓഫ് ക്യാഷ് ഫ്ലോസ്. ആൻഡ് സെക്കൻഡ്ലി, ഇറ്റ് ഈസ് എ റിലേറ്റീവ് മെഷർ. റിലേറ്റീവ് മെഷർ എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് പെർസെൻറ്റേജ് അല്ലേ? പെർസെൻറ്റേജ് ആയിട്ടാണ് മെഷർ ചെയ്യുന്നത്. ഇറ്റ് ഡസ് നോട്ട് മെഷർ ഇൻ അബ്സല്യൂട്ടായിട്ട് മെഷർ ചെയ്യത്തില്ല. അബ്സല്യൂട്ട് എന്ന് വെച്ചാൽ എന്നാ പറയുന്നത്? ഒരു ക്വാണ്ടിറ്റി അല്ലേ? ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് എ എടുത്താൽ, ഇപ്പോൾ പ്രൊജക്റ്റ് എ എന്ന് പറയുമ്പോൾ 50, അല്ലെങ്കിൽ പ്രൊജക്റ്റ് ബി എന്ന് പറയുമ്പോഴേക്കും 75, അങ്ങനെ ഒരു ക്വാണ്ടിറ്റി നമുക്ക് തരത്തില്ല. ഇറ്റ് ഓൾവേസ് ടെൽസ് ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജ്. ഓക്കെ, പിന്നെന്താണ്? സംടൈംസ് ഇറ്റ് ഇഗ്നോർസ് വർക്കിംഗ് ക്യാപിറ്റൽ. അതായത് ഒരു കമ്പനിക്ക് ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രം പോരാ, ഇറ്റ് ഓൾസോ റിക്വയർസ് വർക്കിംഗ് ക്യാപിറ്റൽ ഫോർ ഡേ ടു ഡേ ഫങ്ഷനിങ്. ഓക്കെ, ആൻഡ് ലാസ്റ്റ്ലി, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ അക്കൗണ്ടിങ് പ്രോഫിറ്റ് അല്ലെ? അക്കൗണ്ടിങ് പ്രോഫിറ്റിനെ ബേസ് ചെയ്തതുകൊണ്ട് വിച്ച് ഈസ് സബ്ജക്റ്റ് ടു അക്കൗണ്ടിങ് പോളിസീസ് അല്ലെ? അക്കൗണ്ടിങ് പോളിസീസ്, അതുപോലെ തന്നെ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ്സുകൾ, പിന്നെ ജഡ്ജ്മെൻറ്റ് ഓഫ് ദ മാനേജ്മെൻറ്റ്, ഇതിനെല്ലാം ബേസ് ചെയ്താണ് ആ പ്രോഫിറ്റ്. സോ അപ്പോൾ അതിനനുസരിച്ച് പ്രോഫിറ്റ് മാറാം. Okay, and therefore the decision can also be affected. So thank you for listening to the lecture. In the next lecture we'll be looking at payback period, and hope you enjoyed it. Thank you.